പല്ലും നഖവും ശൗര്യവും കൊണ്ട് ലോകത്തെ വെല്ലുവിളിക്കുന്ന സിംഹങ്ങളെ കൊല്ലാൻ പോലും ശേഷിയുള്ള ജീവിയാണ് കാട്ടുപോത്ത്. ലോകത്തിലെ അപകടകാരിയായ മൃഗങ്ങളിലൊന്ന്. ശരീരബലവും കൊമ്പും ഉപയോഗിച്ച് അവർ സിംഹത്തെ കശക്കിയെറിയുന്ന കാഴ്ചകൾ ആഫ്രിക്കയിലെ വനങ്ങൾക്ക് പറയാനുണ്ട്. ജന്തുലോകത്തെ ഏറ്റവും വലിയ യുദ്ധത്തിന് സാക്ഷ്യം വഹിക്കുന്ന ആഫ്രിക്കൻ കാടുകളിലെ ആ യുദ്ധത്തെക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത്. അതിനു മുൻപ് ഒരു ചോദ്യം: നിങ്ങൾക്ക് പോത്തിനെയാണോ അതോ സിംഹത്തിനെയാണോ ഇഷ്ടം? എന്തായാലും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സിംഹത്തിൻ്റെ യഥാർത്ഥ എതിരാളി നമ്മൾ ഈ പറയുന്നത് പോലെ കടുവയോ പുലിയോ ഒന്നുമല്ല. അത് സാക്ഷാൽ കാട്ടുപോത്താണ്. ശൗര്യം കൊണ്ടും കരുത്തുകൊണ്ടും സിംഹത്തെ തോൽപ്പിക്കാൻ മറ്റു മൃഗങ്ങൾക്ക് സാധിക്കില്ല. എന്നാൽ നിലനിൽപ്പിന് വേണ്ടി കാട്ടുപോത്ത് ആ യുദ്ധത്തിൽ പങ്കെടുക്കാറുണ്ട്. ആഫ്രിക്കൻ പുൽമൈതാനങ്ങളിലെ രണ്ട് അധികായന്മാർ തമ്മിലുള്ള പോരാട്ടം എന്നും നടക്കും. നിലനിൽപ്പിന് വേണ്ടിയുള്ള മഹായുദ്ധം. ജന്തുലോകത്തെ വലിയ യുദ്ധമാണ് ഇവർ തമ്മിൽ നടക്കാറുള്ളത്. സമാനമായ ജീവിത സാഹചര്യമാണ് ഇരു കൂട്ടർക്കുമുള്ളത്. കാട്ടുപോത്തും സിംഹവും കൂട്ടമായി ജീവിക്കുന്ന രണ്ട് ജീവികളാണ്. സിംഹത്തിന്റെ ഒരു കൂട്ടത്തെ പ്രൈഡ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. 10 മുതൽ 15 വരെ അംഗങ്ങളുള്ളതാണ് ഒരു ലയൺ പ്രൈഡ്. സാധാരണയായി 2 or 3 ആൺസിംഹങ്ങളും അവയുടെ ഇണകളായ പെൺസിംഹങ്ങളും ചേർന്നതാണ് ഒരു പ്രൈഡ് ഗ്രൂപ്പ്. പ്രൈഡിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പ്രധാന പങ്ക് ആൺസിംഹങ്ങൾക്ക് തന്നെയാണ്. സിംഹത്തിന്റെ ഈ സവിശേഷതയാണ് അവയെ കാട്ടിലെ രാജാവാക്കി മാറ്റുന്നത്. എന്നാൽ ഈ രാജാവ് പോലും ഒന്ന് ചൂളിപ്പോകുന്നത് ആഫ്രിക്കയിലെ ഈ കാട്ടുപോത്തിന്റെ മുന്നിലാണ്. മനുഷ്യന് സിംഹത്തോടുള്ള ഫാസിനേഷൻ എന്തായാലും കാട്ടുപോത്തിനോടില്ലല്ലോ. അതുകൊണ്ട് പേരിനപ്പുറം ഇതിനെക്കുറിച്ച് ആർക്കും അറിയാൻ വഴിയില്ല. അതുകൊണ്ട് കാട്ടുപോത്തിനെ കുറിച്ച് ഞാൻ പറയാം. ദക്ഷിണേഷ്യയിലും തെക്ക് കിഴക്കൻ ഏഷ്യയിലും കാണപ്പെടുന്ന വന്യജീവിയാണ് ഈ കാട്ടുപോത്ത് അഥവാ കാട്ടി. കേരളത്തിലെ വനങ്ങളിലും ഇവയെ കാണാറുണ്ട്. ചില വയനാടൻ യാത്രകളിലൊക്കെ നമ്മുടെ കണ്ണിൽ ഈ രൂപം പെട്ടിട്ടുണ്ടാകും. പശുക്കുടുംബത്തിലെ ഏറ്റവും വലിയ ജീവിയാണ് കാട്ടുപോത്ത്. ഗോവ, ബീഹാർ സംസ്ഥാനങ്ങളിലും ഇവ കാണപ്പെടാറുണ്ട്. അർദ്ധചന്ദ്രാകൃതിയിലുള്ള കൊമ്പുകളുള്ള ഇവ കേരളത്തിൽ പറമ്പിക്കുളം വനങ്ങളിലാണ് കൂടുതലും കാണപ്പെടാറുള്ളത്. വലിയ തലയും കനത്ത മാംസപേശികളുമാണ് ഇവയുടെ പ്രത്യേകത. ആൺവർഗം കറുത്തതും കുഞ്ഞുങ്ങളും പെൺവർഗവും കാപ്പി നിറത്തോടു കൂടിയതുമാണ്. 1300 കിലോ വരെ തൂക്കവും 2 മീറ്റർ വരെ ഉയരവും ഇവയ്ക്കുണ്ടാകും. ഇതിന്റെ എണ്ണത്തിൽ വളരെയധികം കുറവ് വന്നതുകൊണ്ട് IUCN പുറത്തിറക്കിയ ചുവന്ന ലിസ്റ്റിൽ 1986 മുതൽ ഈ വർഗം ഉൾപ്പെടുന്നുണ്ട്. ഈ വർഗത്തിന്റെ 3 തലമുറകളിലായി 70% എണ്ണത്തിൽ കുറവുണ്ടായിട്ടുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഇവന്മാർ ആഫ്രിക്കൻ ബഫലോയേക്കാൾ വലിപ്പമുള്ളവരാണത്രേ. മലയൻ കാട്ടുപോത്ത് സെലഡാങ് എന്നും ബർമൻ കാട്ടുപോത്ത് പോങ് എന്നും അറിയപ്പെടുന്നുണ്ട്. നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ് സംസ്ഥാനങ്ങളുടെ സംസ്ഥാന മൃഗമായ മിഥുൻ ഇതേ ജീവി കുടുംബത്തിൽപ്പെട്ട മൃഗമാണ്. കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും മഹാനാണം കുണുങ്ങിയാണ് ഈ പുള്ളിക്കാരൻ. തന്നെ ഉപദ്രവിക്കാത്തവരെ അങ്ങോട്ട് പോയി തോണ്ടുന്ന സ്വഭാവം ഇവയ്ക്കില്ല. തെക്കേ ഇന്ത്യയിലെ പലയിടങ്ങളിലും ഇവ മനുഷ്യരെ വളരെ അടുത്തെത്താൻ വരെ അനുവദിക്കാറുണ്ട്. വളരെ തീവ്രമായ ഗന്ധം മനസ്സിലാക്കാനുള്ള കഴിവാണ് ഇവയുടെ മറ്റൊരു പ്രത്യേകത. ഒരു കൂട്ടത്തിന് അപ്രതീക്ഷിതമായി ശത്രുക്കളെ നേരിടേണ്ടി വന്നാൽ അവ തിക്കും തിരക്കും ഉണ്ടാക്കുകയും അതിനിടയിൽപ്പെട്ട് കിടാവുകൾ ചവിട്ടി മെതിക്കപ്പെടുകയൊക്കെ ചെയ്യാറുണ്ട്. ഇനി നമുക്ക് ആഫ്രിക്കൻ കാടുകളിലേക്ക് ഒന്ന് പോയി നോക്കാം. അവിടെയാണ് ആഫ്രിക്കൻ കാട്ടുപോത്ത് കഴിയുന്നത്. സിംഹമുള്ള അതേ കാട്ടിൽ തന്നെയാണ് നമ്മുടെ കാട്ടിയുടെയും ജീവിതം. ഈ മണ്ണിലെ എക്സിസ്റ്റൻസ് ആണ് ഇവർ തമ്മിലുള്ള കലഹത്തിന് പോലും കാരണമായത്. ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ 10 മൃഗങ്ങളുടെ പേരെടുത്താൽ അതിലൊന്ന് ആഫ്രിക്കൻ ബഫലോ എന്ന് തന്നെയാണ്. ആനയോടും കാണ്ടാമൃഗത്തോടും വരെ ഒരു കൂസലുമില്ലാതെ ഏറ്റുമുട്ടാൻ ഒരു പേടിയുമില്ലാത്തവരാണ് ഈ കൂട്ടർ. കൂട്ടമായിട്ടാണ് ഇവ കഴിയുന്നത് എന്ന് പറഞ്ഞല്ലോ. പക്ഷേ സിംഹങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു ജീവിത സാഹചര്യമാണ് ഇവയ്ക്കുള്ളത്. ഹെർഡ് എന്നാണ് ഈ കൂട്ടങ്ങളെ വിളിക്കുന്നത്. ഒരു ഹെർഡിൽ 30 മുതൽ 100 വരെ മെമ്പേഴ്സ് ഉണ്ട്. വേനൽക്കാലങ്ങളിൽ വെള്ളം തേടിയുള്ള പലായനങ്ങളിൽ ചെറു ഹെർഡുകൾ ചേർന്ന് 400നും 500നും മുകളിൽ അംഗങ്ങളുള്ള ഹെർഡുകൾ രൂപപ്പെടാറുണ്ട്. കൂട്ടത്തിൽ പെണ്ണുങ്ങളാണ് ഇത് നിയന്ത്രിക്കുന്നത്. ഇതിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു കൂട്ടരുമുണ്ട്. ദ ബിഗ് ബുൾസ് ആണ് അവർ പൊതുവെ ഈ ഹെർഡുകളിൽ കാണാറില്ല. മുതിർന്ന ആൺ ബഫലോകളും ചെറുപ്പക്കാരായ ആൺ ബഫലോകളും അവരവരുടേതായ ചെറിയ ഹോർഡുകൾ നിർമ്മിക്കും. താരതമ്യേന ശക്തരായവർക്ക് കാട്ടിൽ 2 ശത്രുക്കളാണ് ഉള്ളത്. ഒന്ന് മറ്റൊരു ബഫല്ലോ, മറ്റേത് സാക്ഷാൽ സിംഹങ്ങളാണ്. സിംഹങ്ങളുടെ ഇഷ്ടപ്പെട്ട ആഹാരമാണ് ഈ കാട്ടുപോത്ത്. കാരണം ഒരു കാട്ടുപോത്തിനെ കിട്ടിയാൽ മതി അവർക്ക് അന്നേ ദിവസം കുശാലാണ്. പ്രൈഡിന് മുഴുവൻ തിന്നാൻ ഒരു പോത്ത് ധാരാളവുമാണ്. കാട്ടുപോത്തിനെ പിടികൂടുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യവുമല്ല. ഹെർഡിന്റെ ഘടനയാണ് സിംഹങ്ങളെ സംബന്ധിച്ച് പ്രധാന വെല്ലുവിളിയാകുന്നത്. കൂട്ടമായി സഞ്ചരിക്കുന്ന ഇവയിൽ നിന്ന് ഒരെണ്ണത്തിനെ പിടിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. സാധാരണ പ്രൈഡിൽ ഇരയെ പിന്തുടർന്ന് പിടിക്കുന്നത് പെൺസിംഹങ്ങളാണെങ്കിൽ കൂടി കാട്ടുപോത്തിനെ പിടിക്കാൻ ആൺസിംഹങ്ങൾ തന്നെയാണ് രംഗത്തിറങ്ങുക. ചെറിയ ഇരകളെ ലക്ഷ്യം വെക്കാത്ത ആൺസിംഹങ്ങൾ കളത്തിലിറങ്ങുന്നത് തനിക്ക് പറ്റിയ എതിരാളിക്ക് വേണ്ടിയാണ്. ആന, ജിറാഫ്, കാട്ടുപോത്ത് എന്നീ മൃഗങ്ങളോട് മുട്ടാൻ മാത്രമേ ആൺസിംഹങ്ങൾ സടകുടഞ്ഞ് എഴുന്നേൽക്കാറുള്ളൂ. ആൺസിംഹങ്ങൾ ഹെർഡിലേക്ക് എത്തിയാൽ പിന്നെ ഹെർഡിന്റെ ആത്മവിശ്വാസം തകരും. എല്ലാവരും ഇടയും. അവയുടെ ഗർജനം അവയെ ഭയക്കാൻ ശീലിപ്പിക്കും. അങ്ങനെ ആ കൂട്ടത്തിലെ ദുർബലർ കൃത്യമായി ആൺസിംഹത്തിന് മുന്നിൽ അടിയറവ് പറയും.
കൂട്ടത്തിൽ ഒരാൾക്ക് അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ബഫലോകൾ വെറുതെ ഇരിക്കാറില്ല. അപകടത്തിൽപ്പെട്ടയാളെ രക്ഷിക്കുകയായിരിക്കും അവരുടെ അടുത്ത ലക്ഷ്യം. ബിഗ് ബുൾസും മറ്റ് ബഫലോകളും വീണ്ടും ഇരയെ പിടുത്തമിട്ടിരിക്കുന്ന സിംഹങ്ങൾക്ക് നേരെ തിരിയും. അവർ പാഞ്ഞെടുക്കുമ്പോൾ സിംഹങ്ങൾക്ക് വീണ്ടും പിന്മാറേണ്ടതായി വരും. ഈ സമയം ആൺസിംഹങ്ങളും മുതിർന്ന പെൺസിംഹങ്ങളും ഹെർഡിന് നേരെ ചാടി വീഴും. അപ്പോൾ ഹെർഡ് പേടിച്ച് തിരിഞ്ഞോടാൻ തുടങ്ങും. വീണ്ടും സിംഹങ്ങൾ ഇരയ്ക്ക് മുകളിൽ പിടുത്തമിടും. ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ഏറ്റവും കൂടുതൽ ക്ഷമയുള്ള കൂട്ടരാണോ അവർ മാത്രമാണ് ഇതിൽ വിജയിയാവുക. പല്ലും നഖങ്ങളും പരമാവധി പ്രയോജനപ്പെടുത്തി സിംഹം അടുക്കുമ്പോൾ കൊമ്പും കരുത്തുമായി കൂട്ടത്തിലുള്ളവന് വേണ്ടി പോത്തുകളും സിംഹത്തെ നേരിടും. കാട്ടുപോത്തിനെ ലക്ഷ്യമിട്ട സിംഹങ്ങൾ പുറകിലൂടെ മാത്രമേ അവയ്ക്ക് മുകളിലേക്ക് ചാടി വീഴാറുള്ളൂ. കാരണം നേരിട്ട് പോയാൽ സിംഹത്തിനെ കൊമ്പിൽ കോർക്കാൻ തക്ക കരുത്തുള്ളവരാണ് നമ്മുടെ ഈ കാട്ടുപോത്തുകൾ. ഇരയുടെ കഴുത്ത് ലക്ഷ്യമാക്കി കുതിച്ചു ചാടി കീഴ്പ്പെടുത്തേണ്ട ജോലി ഇവിടെ ചെയ്യുന്നത് ആൺസിംഹങ്ങൾ തന്നെയാണ്. ചാടി പോത്തിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് കഴുത്തിന് മുകളിലെ സ്പൈനൽ കോഡിൽ കടിക്കും. ബാക്കിയുള്ളവർ ഇരയുടെ മുകളിലേക്ക് കൂടുതൽ ഭാരം കൊടുത്ത് താഴെ വലിച്ചിടാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പോത്ത് നിലത്ത് വീണു എന്ന് കണ്ടാൽ ഉടനെ മുന്നിൽ നിന്നും ആക്രമണം ആരംഭിക്കും. ഒടുവിൽ പോത്ത് കീഴടങ്ങും. എന്നാൽ ചിലപ്പോൾ ഈ നിമിഷത്തിൽ പോലും സിംഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കാട്ടുപോത്തിന് സാധിക്കാറുണ്ട്. പോത്തിന്റെ പ്രത്യാക്രമണത്തിൽ വലിയ പരിക്കുകൾ സിംഹത്തിന് കിട്ടാറുമുണ്ട്. എന്തിനേറെ പറയുന്നു, മരണം പോലും സിംഹത്തിന് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ കൂട്ടത്തിൽ നിന്ന് സിംഹങ്ങൾ കൊണ്ടുപോയ ചെങ്ങാതിക്ക് വേണ്ടി ഹെർഡ് വരാറുണ്ട്. പിന്നെയും പോരാട്ടം നീണ്ടുപോയിക്കൊണ്ടേയിരിക്കും. ഇതിലെ വിജയിയെ തീരുമാനിക്കുക എന്നത് കഷ്ടമാണ്. ചിലപ്പോൾ സിംഹങ്ങൾ തോറ്റുപോകും, ചിലപ്പോൾ കാട്ടുപോത്തും തോൽക്കാം. പക്ഷേ പരസ്പരം വൈരാഗ്യമോ ദേഷ്യമോ ഇവർക്കിടയിലില്ല. എരിയുന്ന വയറു നിറയ്ക്കാനാണ് സിംഹങ്ങൾ കാട്ടുപോത്തിനെ പിന്തുടരുന്നത്. വയറു നിറഞ്ഞിരിക്കുന്ന സന്ദർഭങ്ങളിൽ കാട്ടുപോത്തിന്റെ കൂട്ടത്തെ ഇവർ മൈൻഡ് പോലും ചെയ്യാറില്ല. അടുത്ത കാലത്തായി ഒരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു. ഈ വൈര്യത്തിന്റെ ദൃശ്യാവിഷ്കാരമായിരുന്നു ആ വീഡിയോ. സൗത്ത് ആഫ്രിക്കയിലെ ക്രൂഗർ വന്യജീവി സങ്കേതത്തിലാണ് സംഭവം നടക്കുന്നത്. കൂറ്റൻ കാട്ടുപോത്തിനെ വളഞ്ഞാക്രമിച്ച് സിംഹക്കൂട്ടത്തിന്റെ പിടിയിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടുന്ന കാട്ടുപോത്താണ് ദൃശ്യത്തിലുണ്ടായിരുന്നത്. സഫാരിക്കിറങ്ങിയ വിനോദസഞ്ചാരികളുടെ മുന്നിലായിരുന്നു സിംഹക്കൂട്ടത്തിന്റെ ഈ വേട്ട. വേട്ടയാടിയ കാട്ടുപോത്തിനെ വലിച്ചു താഴെയിട്ട് കടിച്ചു കീറാൻ തുടങ്ങുകയായിരുന്നു സിംഹക്കൂട്ടം. നിലത്തു കിടന്ന് കുതറിയ കാട്ടുപോത്ത് സിംഹങ്ങളെ കുടഞ്ഞെറിഞ്ഞ് ജീവനും കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു. തലനാരിഴയ്ക്കാണ് കാട്ടുപോത്ത് സിംഹത്തിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടത്. പിന്നാലെ വീണ്ടും ആക്രമിക്കാനെത്തിയ സിംഹങ്ങളെ തിരിഞ്ഞു നിന്ന് കാട്ടുപോത്ത് പ്രതിരോധിക്കുകയും ചെയ്തു. വൈൽഡ് ലൈഫ് ഷോർട്സ് എന്ന ഇൻസ്റ്റഗ്രാം പേജിലാണ് ഈ ദൃശ്യം പങ്കുവച്ചത്. നിമിഷങ്ങൾക്കകം തന്നെ വീഡിയോ വൈറലായി. ഇത്തരം കാഴ്ചകൾ അവിടെ സ്ഥിരമാണ്. ജന്തുലോകത്തെ അവസാനിക്കാത്ത യുദ്ധം ഇന്നും അവിടെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള യുദ്ധം കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇത്തരം വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യണേ. അപ്പോൾ ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താനായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.